വാരിയെല്ലുകളാൽ സംരക്ഷിതമായ ഹൃദയം കൊണ്ട് നീ എന്ത് ചിന്തിക്കണമെന്നും ചിന്തിക്കരുതെന്നും, മറ്റവയവങ്ങൾ കൊണ്ട്, നഗ്നനേത്രങ്ങൾ കൊണ്ട് എന്ത് കാണണമെന്നും കാണരുതെന്നും, കാതുകൾ കൊണ്ട് എന്ത് കേൾക്കണമെന്നും കേൾക്കരുതെന്നും, മറ്റവയവങ്ങൾ കൊണ്ട് എന്ത് ചിന്തിക്കണമെന്നും ചിന്തിക്കരുതെന്നും ലോകത്തെ പഠിപ്പിച്ച, അത് ലോകത്തിന് പറഞ്ഞുകൊടുത്ത ഏറ്റവും വലിയ വിശ്വാസമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ദർശനങ്ങളുടെ സംഗ്രഹമാണ് വിശുദ്ധ ഖുർആൻ. അത് സ്വന്തം ജീവിതത്തിലൂടെ പ്രവാചകൻ തെളിയിച്ചു കൊടുത്തു. ഏറ്റവും വലിയ പരിസ്ഥിതിവാദിയായിരുന്നു പ്രവാചകൻ. വഴിയോരത്തുകൂടി നടന്നു പോകുമ്പോൾ വഴിയിലേക്ക് ചാഞ്ഞു കിടക്കുന്ന വൃക്ഷത്തിൻ്റെ ശിഖരം നീ അകാരണമായി മുറിച്ചു മാറ്റിയാൽ നിന്നെ ഞാൻ ഘാതകൻ എന്ന് വിളിക്കും എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും സമാധാനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശമായിരുന്നു. തന്നെ കൊലപ്പെടുത്താൻ ഊരിപ്പിടിച്ച വാളുമായി 3 പ്രാവശ്യം കുതിരപ്പുറത്ത് കടന്നു വന്ന ഘാതകന് തൻ്റെ അംഗരക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടാതെ മാപ്പ് കൊടുത്ത് തിരിച്ചയക്കാൻ, സുരക്ഷിതമായി തിരിച്ചയക്കാനുള്ള ഉദാരമായ മാനസികാവസ്ഥ. വരിവരിയായി കടന്നു പോകുന്ന ഉറുമ്പിനെ പോലും അകാരണമായി ഉപദ്രവിക്കാൻ പാടില്ല എന്ന് ലോകത്തെ പഠിപ്പിച്ച മാനവികതയുടെ ദർശനം. യുദ്ധമുന്നണിയിൽ പോലും സ്ത്രീകളും കുഞ്ഞുങ്ങളും വൃക്ഷലതാദികളും ഒരു കാരണവശാലും ശത്രു സൈന്യത്തിൻ്റെതാണെങ്കിൽ പോലും, ശത്രു രാജ്യത്തിൻ്റെതാണെങ്കിൽ പോലും ആക്രമിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ഒരു വിശ്വാസത്തെയാണ് പാലസ്തീനിൻ്റെ മണ്ണിൽ ഉന്മൂലനം ചെയ്യാൻ കുഞ്ഞുങ്ങളും സ്ത്രീകളും മാത്രം ചികിത്സിക്കുന്ന, അല്ലെങ്കിൽ അവർ മാത്രമുള്ള ആശുപത്രികളടക്കം കാർപ്പറ്റ് ബോംബിങ്ങിലൂടെ തകർത്ത് തരിപ്പണമാക്കി ഇതിനകം ഏതാണ്ട് 70,000-ത്തിലധികം പേരെയാണ് ഇസ്രായേൽ സൈന്യം പാലസ്തീനിൽ കൊന്നൊടുക്കിയത്. അപ്പം ഞാൻ സൂചിപ്പിച്ചത്, ഈ വിശ്വാസ പ്രമാണത്തെ പിൻപറ്റി ജീവിക്കുന്ന ഒരു സമൂഹത്തെ ഏകപക്ഷീയമായി വേട്ടയാടിക്കൊണ്ട് പാലസ്തീൻ പോലെയുള്ള പ്രദേശങ്ങളിൽ ജനിച്ചു വളർന്ന മണ്ണിൽ ജീവിക്കാനുള്ള മൗലികമായ അവകാശം പോലും നിഷേധിച്ചുകൊണ്ട് ഏറ്റവും പ്രാകൃതമായ കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾക്ക് ലോകം സാക്ഷ്യം വഹിക്കുമ്പോഴും ഈ വിശ്വാസത്തിൻ്റെ മഹത്വം തിളക്കമാർന്നതായി ലോക സമൂഹത്തിന് മുന്നിൽ നിലനിൽക്കുന്നു. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുമ്പോഴും വർദ്ധിത ശക്തിയോടുകൂടി, തിളക്കമാർന്ന മികവോടുകൂടി നിലനിൽക്കാൻ കഴിയുന്നത് വിശ്വാസത്തിൻ്റെ, സത്യവിശ്വാസ പ്രസ്ഥാനത്തിൻ്റെ കരുത്താണ്, ശക്തിയാണ്. അത് ലോകത്ത് പ്രചരിപ്പിച്ച, തൻ്റെ ദൗത്യം കൃത്യതയോടുകൂടി നിർവഹിച്ച അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനി ഞാൻ ആവർത്തിച്ച് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉദാത്തമായ മൂല്യങ്ങളുടെയും ഉത്കൃഷ്ട ലോക മാതൃകയായി നമ്മുടെയൊക്കെ മാതൃകയായി ജീവിച്ചു പോന്ന അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനിയുടെ ജീവിതചര്യയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിശുദ്ധ ഖുർആനിക നിയമവും, ഇത് രണ്ടും പിൻപറ്റി ജീവിക്കാൻ, അതുവഴി ലോകത്ത് സമാധാനവും സൗഹൃദവും സാഹോദര്യവും ഉണ്ടാകാൻ ഉതകുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പ്രവാചകനെ അനുസ്മരിക്കുന്ന, പ്രവാചകനെ പ്രകീർത്തിക്കുന്ന പ്രഭാഷണത്തിൽ മാത്രം പ്രകീർത്തനം നടത്തിയത് കൊണ്ടായില്ല. അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് ആ പ്രതിബദ്ധത പ്രകടിപ്പിക്കാൻ ഈ കാലയളവിൽ നമുക്ക് കഴിയണം. വിശുദ്ധ ഖുർആന്റെ കാലിക പ്രസക്തിയെ സംബന്ധിച്ചും 1400 വർഷങ്ങൾക്കപ്പുറത്ത് ദൈവീക നിയോഗങ്ങളാൽ രൂപപ്പെട്ട, അല്ലെങ്കിൽ ദൈവീക നിയോഗങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും സംഗ്രഹം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന വിശുദ്ധ ഖുർആൻ എന്ന മഹത് ഗ്രന്ഥം ഇപ്പോഴും കാലത്തെ അതിജീവിച്ച് ഒരു മാറ്റത്തിനും വിധേയമാകാതെ കരുത്തോടുകൂടി മുന്നോട്ട് പോകുന്ന കാര്യത്തെ സംബന്ധിച്ചാണ് ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചത്. ഈ കേന്ദ്രം പ്രധാനമായും 6666 ആയത്തുകളുള്ള വിശുദ്ധ ഖുർആൻ ഇപ്പോഴും അതിൻ്റെ കെട്ടിലും മട്ടിലും ഉള്ളടക്കത്തിലും അതിൻ്റെ അർത്ഥത്തിലും ഒരു തരത്തിലുള്ള ദുർവ്യാഖ്യാനത്തിനും വിധേയമാകാതെ കൃത്യതയോടുകൂടി, സൂക്ഷ്മതയോടുകൂടി ആ കാര്യങ്ങൾ ജനങ്ങളിൽ, അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തിലെത്താനും അതിനെ പിൻപറ്റാനും ലോക ജനസമൂഹം തയ്യാറാകുന്നു എന്നതിൻ്റെ സൂചനയാണ് ലോകത്താകമാനമുണ്ടായിട്ടുള്ള വിശ്വാസ സമൂഹത്തിൻ്റെ പൊതുവായ വളർച്ച. നമുക്കറിയാം, ഈ സദസ്സ്, നിങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള ഈ സദസ്സിൻ്റെ നാമകരണം തന്നെ പ്രവാചക പ്രകീർത്തന സദസ്സ് എന്നാണ്.
പ്രവാചകനെ അനുസ്മരിക്കാൻ വേണ്ടി കൂടിയിട്ടുള്ള ഒരു ചടങ്ങാണ്. അപ്പൊ സ്വാഭാവികമായും ഇവിടെ ബഹുമാനപ്പെട്ട ഉസ്താദ് സൂചിപ്പിച്ച വിശുദ്ധ ഖുർആനിക നിയമം അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനി അടക്കമുള്ളവർക്ക് ലഭിച്ചിട്ടുള്ള ദൈവീകമായ നിയോഗങ്ങൾ, നിർദ്ദേശങ്ങൾ, അതിൻ്റെ ആകത്തുക അത് ചാതുരിയായി അല്ലെങ്കിൽ വാക്കാൽ ലഭിച്ചു എന്നുണ്ടെങ്കിൽ അത് പിന്നീട് ക്രോഡീകരിച്ച് സംഗ്രഹിക്കപ്പെട്ടിട്ടുള്ള വിശുദ്ധ ഖുർആനിക നിയമം എങ്ങനെയാണ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുന്നത് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത മാതൃകാ പുരുഷനാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനി. 23 വർഷക്കാലത്തെ പ്രവാചകത്വ പ്രവർത്തനത്തിലൂടെ നാം പഠിച്ചിട്ടുള്ളതാണ് അന്ധകാര നിബിഡമായിരുന്ന അപരിഷ്കൃതമായിരുന്ന അറേബ്യൻ സമൂഹത്തെ പ്രാകൃതമായ സംസ്കൃതിയുടെ നാടായിരുന്ന അറേബ്യൻ സമൂഹത്തെ ഒരു പരിഷ്കൃത സമൂഹമാക്കി പരിവർത്തനം ചെയ്യുന്നതിൽ ധിഷണാപരമായ നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്തിയ സാഹസികമായ പ്രവർത്തനങ്ങൾ ലോകത്ത് ഇപ്പോഴും നാം അനുസ്മരിക്കുന്നു എന്ന് പറയുമ്പോൾ, ആദരവോടുകൂടി അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, ആ ജീവിത മഹത്വമാണ് വിശുദ്ധ ഖുർആന്റെ ഏറ്റവും വലിയ കരുത്ത്, ഏറ്റവും വലിയ ശക്തി. അതാണ് പ്രവാചകൻ ലോകത്തിന് കാണിച്ചു കൊടുത്തത് എങ്ങനെയാണ് ഒരു യഥാർത്ഥ സത്യവിശ്വാസിയായി സമൂഹത്തിൽ ജീവിക്കാൻ കഴിയുക എന്നുള്ളത്. 23 വർഷക്കാലത്തെ പ്രവാചകത്വ പ്രവർത്തനത്തിലൂടെ പ്രവാചകൻ സ്വജീവിതത്തിലൂടെയാണ് കാണിച്ചു കൊടുത്തത്. ഇന്ന് നമ്മൾ പലപ്പോഴും പരിശോധിക്കുമ്പോൾ പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിൽ ഒരു പൊരുത്തവുമില്ല എന്ന വൈരുദ്ധ്യമാണ് കാലം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയെങ്കിൽ, പറയുന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുത്തുകൊണ്ട് അതിൻ്റെ പ്രയോഗവൽക്കരണം, വിശുദ്ധ ഖുർആനിക നിയമങ്ങളുടെ പ്രായോഗിക തലം എങ്ങനെയാണെന്ന് ലോകത്തിന് സ്വജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് പ്രവാചക ജീവിതചര്യയുടെ ഏറ്റവും വലിയ സവിശേഷതയായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. മാത്രവുമല്ല, വിശുദ്ധ ഖുർആനെ വ്യാഖ്യാനം ചെയ്തുകൊണ്ട് അതിൻ്റെ അർത്ഥങ്ങളിലേക്ക്, ആഴങ്ങളിൽ ഇറങ്ങിച്ചെന്ന് സ്വന്തം ജീവിതത്തിൽ അത് ഓരോ ഘട്ടത്തിലും പ്രവാചകനെ കുറിച്ച് പറയുമ്പോൾ, പ്രവാചകൻ ഏറ്റവും വലിയ യോദ്ധാവായിരുന്നു, പ്രവാചകൻ ഏറ്റവും നല്ല രാഷ്ട്രമീമാംസകനായിരുന്നു, കാരുണ്യവും സ്നേഹവും വിശ്വാസവും അതിൻ്റെ ഉത്കൃഷ്ടമായിട്ടുള്ള മാതൃകയായിരുന്നു, സ്നേഹത്തിൻ്റെ ഉദാത്തമായിട്ടുള്ള പ്രതീകമായിരുന്നു, ഒരു നല്ല വ്യാപാരിയായിരുന്നു, സത്യസന്ധനായിട്ടുള്ള വ്യാപാരിയായിരുന്നു, ഏറ്റവും നല്ല കുടുംബനാഥനായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് സത്യസന്ധമായ ജീവിതം നയിച്ച് ഒരു സത്യവിശ്വാസ പ്രസ്ഥാനത്തിൻ്റെ ഉദാത്ത മാതൃകയായി ലോകത്തിന് മുന്നിൽ അഭിമാനബോധത്തോടുകൂടി നിലനിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. പ്രവാചകത്വ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച കാലഘട്ടത്തിൽ അന്ന് കേവലം അങ്കുലി പരിമിതമായിട്ടുള്ള അനുയായി സമൂഹമായിരുന്നു പ്രവാചകനോടൊപ്പം ഉണ്ടായിരുന്നതെങ്കിൽ, പിൽക്കാലത്ത് അതൊരു വലിയ ജനസമൂഹമായി മാറുകയും താൻ തൻ്റെ ഏറ്റവും ഒടുവിൽ ഹിജ്റ 10-ാം വർഷത്തിന് ശേഷം ഏറ്റവും ഒടുവിൽ നടത്തിയ വിടവാങ്കൽ പ്രസംഗം, ആ വിടവാങ്കൽ പ്രസംഗം ചരിത്ര പ്രധാനമായിട്ടുള്ളൊരു പ്രസംഗമാണ്. അവിടെ പ്രവാചകനായ നബി തിരുമേനി പറഞ്ഞു, മുഹമ്മദ് നബി തിരുമേനി പറഞ്ഞു, ഒരു പക്ഷേ അടുത്ത വർഷം ഇതേ സമയം നിങ്ങളെ ഇതേ രൂപത്തിൽ അഭിസംബോധന ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. വിശദമായി എന്താണ് ഇസ്ലാമിക ജീവിതചര്യ എന്നതിനെ സംബന്ധിച്ച് 1,00,000-ലധികം വരുന്ന അനുയായി സമൂഹത്തെ അഭിസംബോധന ചെയ്തതിന് ശേഷം പറഞ്ഞു, ഞാൻ 2 കാര്യങ്ങൾ ഈ ഭൂമുഖത്ത് ഉപേക്ഷിച്ചു പോകുന്നു. ആ 2 കാര്യങ്ങൾ പിൻപറ്റി ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ക്ലേശവും ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കേണ്ടി വരില്ല. അതൊന്ന് ഈ പ്രവാചക ജീവിതചര്യ, മറ്റൊന്ന് വിശുദ്ധ ഖുർആനിക നിയമം, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ എന്ന വിശ്വമാനവികതയുടെ മഹത് ഗ്രന്ഥം. ഇത് രണ്ടും പിൻപറ്റി ജീവിക്കാൻ കഴിയുമോ അവന് ജീവിതത്തിൽ പ്രയാസവും ക്ലേശവും അനുഭവിക്കേണ്ടി വരില്ല. അപ്പൊ പ്രവാചക ജീവിതചര്യ വിശുദ്ധ ഖുർആനിക നിയമങ്ങളെ പിൻപറ്റിയിട്ടുള്ളതാണ്. ഇത് രണ്ടും പിൻപറ്റി ജീവിക്കുന്നവനാണ് പരമകാരുണികനായ സൃഷ്ടാവായ ദൈവത്തോട് ഏറ്റവും കൂടുതൽ അടുത്തവൻ, അല്ലാതെ സമ്പന്നനല്ല. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, അറബി അനറബിയെക്കാളോ
അനറബി അറബിയേക്കാളോ ശ്രേഷ്ഠനല്ല. സമ്പന്നൻ ദരിദ്രനേക്കാളോ ദരിദ്രൻ സമ്പന്നനേക്കാളോ ശ്രേഷ്ഠനല്ല. കറുത്തവൻ വെളുത്തവനേക്കാളോ വെളുത്തവൻ കറുത്തവനേക്കാളോ ശ്രേഷ്ഠനല്ല. ശ്രേഷ്ഠതയ്ക്ക് ആധാരം ജീവിതത്തിലെ സൂക്ഷ്മതയത്രേ. സൂക്ഷ്മതയുള്ള ജീവിതം നയിക്കുന്നവനാരോ അവനാണ് പരമകാരുണികനായ സ്രഷ്ടാവായ ദൈവത്തോട് ഏറ്റവും കൂടുതൽ അടുത്തവൻ. ആ സൂക്ഷ്മമായ ജീവിതം നയിക്കാൻ രണ്ട് കാര്യങ്ങൾ ഞാൻ ഈ ഭൂമുഖത്ത് ഉപേക്ഷിക്കുന്നു. ഒന്ന് വിശുദ്ധ ഖുർആൻ എന്ന വിശ്വമാനവികതയുടെ മഹത് ഗ്രന്ഥം, മറ്റൊന്ന് ഈ ഉള്ള പ്രവാചകന്റെ ജീവിതചര്യ. ഇത് രണ്ടും പിൻപറ്റി ജീവിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രവാചക പ്രകീർത്തനം നടത്തിക്കൊണ്ട് നാം നാടിനെ അഭിസംബോധന ചെയ്യുമ്പോൾ ഞാനും നിങ്ങളും സ്വയം വിമർശനത്തോടു കൂടി വിലയിരുത്തേണ്ടത്. അവിടെയാണ് യഥാർത്ഥ ഇസ്ലാമിക ജീവിതചര്യ എന്ത് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഞാൻ അതിൻ്റെ ആകെ കാര്യങ്ങളിലേക്ക് വൈകിയ വേളയിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, ആദ്യത്തെ ദൈവീകമായ പ്രബോധനം ഹിറാ ഗുഹയിൽ വെച്ച് ജിബ്രീൽ എന്ന ദൈവീക ദൂതനിൽ നിന്ന് ലഭിക്കുന്നത് മുതൽ പ്രവാചകന്റെ വിടവാങ്ങൽ പ്രസംഗം നടക്കുന്നത് വരെയുള്ള 23 വർഷക്കാലത്തെ പ്രവാചകത്വ പ്രവർത്തനത്തിന്റെ ആകത്തുക എന്ത് എന്ന് പരിശോധിച്ചാൽ വിശ്വമാനവികതയുടെ മഹത് ദർശനം ലോകത്തിന് വെളിച്ചമായി പ്രകാശമായി പകർന്നു. അത് വിശ്വമാനവികതയാണ്. വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്ത് പരിശോധിച്ചാൽ അത് ഏതെങ്കിലും ഒരു സമുദായത്തെയോ വിഭാഗത്തെയോ പ്രത്യേക വിഭാഗത്തെയോ അല്ല അഭിസംബോധന ചെയ്യുന്നത്. അത് അഭിസംബോധന ചെയ്യുന്ന ആഗോള മാനവ സമൂഹത്തെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗ്ലോബൽ ഹ്യൂമാനിറ്റി, വിശ്വമാനവികത. അപ്പം മനുഷ്യനെ സംബന്ധിച്ചാണ്, മാനവികതയെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആൻ ആകെ അഡ്രസ് ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, സ്നേഹവും കാരുണ്യവും പരസ്പര വിശ്വാസവും സൗഹൃദവും സാഹോദര്യവും നീതിബോധവും സത്യബോധവുമുള്ള ഒരു ജീവിതം നയിച്ചുകൊണ്ട് അത് സൂക്ഷ്മമായ ജീവിതം നയിക്കാൻ ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന വിശ്വാസമാണ്. അതുകൊണ്ടാണ് തത്വചിന്തകന്മാർ പലരും പറഞ്ഞിട്ടുള്ളത് ഇസ്ലാം ഈസ് എ വേ ഓഫ് ലൈഫ്. ഒരു ജീവിതചര്യയാണ് വിശുദ്ധ ഇസ്ലാം. എങ്ങനെ നമ്മൾ സാധാരണഗതിയിൽ പറഞ്ഞാൽ സത്യസന്ധവും ധാർമ്മികവും കാരുണ്യത്തിൽ അധിഷ്ഠിതവും മൂല്യാധിഷ്ഠിതവുമായ ഒരു ജീവിതം എങ്ങനെ നയിക്കാമെന്ന് മനുഷ്യനെ പഠിപ്പിക്കുന്നതാണ്. അതൊരു എല്ലാ തലങ്ങളെ സംബന്ധിച്ചും അതാണ്. വിവിധ ഘട്ടങ്ങളിലൂടെ പ്രവാചകൻ കടന്നു പോകുമ്പോൾ ഏറ്റവും ഒടുവിൽ പ്രവാചകൻ ആദ്യമായി ലോകത്ത് സ്ഥാപിതമായിട്ടുള്ള മദീന രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയായി മാറുമ്പോൾ ആദ്യം പ്രവാചകൻ ചെയ്തത് എന്തായിരുന്നു? ആദ്യം പ്രവാചകൻ ചെയ്തത്, ഇന്ന് യുദ്ധവും വാളും കൊണ്ടാണ് ഈ വിശ്വാസം പ്രചരിപ്പിക്കപ്പെട്ടത് എന്ന് ലോകത്ത് പ്രചണ്ഡമായിട്ടുള്ള പ്രചാര പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന പാശ്ചാത്യ ലോകം തിരിച്ചറിയണം. ആദ്യത്തെ ഇസ്ലാമിക രാഷ്ട്രം മദീനയിൽ സ്ഥാപിതമായതിനു ശേഷം പ്രവാചകൻ ചെയ്തത് അയൽ ജൂതഗോത്രങ്ങളുമായി, അയൽ രാജ്യങ്ങളുമായി, ക്രൈസ്തവ ഗോത്രങ്ങളുമായി യുദ്ധമില്ലാത്ത കരാറിൽ, സമാധാനപരമായ സഹവർത്തിത്വത്തിന്റെ യുദ്ധരഹിത കരാറിൽ ഒപ്പുവെക്കുകയായിരുന്നു. യുദ്ധമില്ലാത്ത ഒരു കാലം. ഇന്ന് ഈ കാലം 21-ാം നൂറ്റാണ്ടിന്റെ 2-ാം പാദത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ 3-ാം പാദത്തിൽ നിൽക്കുന്ന ഈ കാലയളവിൽ നിങ്ങൾക്കറിയാം, ഇന്ന് ഇസ്രയേലിൽ പാലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശീയ ഹത്യ, അതുപോലെ തന്നെ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം, സംഘർഷഭരിതമായി ലോകം മുന്നോട്ട് പോകുമ്പോൾ സംഘർഷരഹിതമായിട്ടുള്ള ആഗോള സാമൂഹ്യ സാഹചര്യം സൃഷ്ടിച്ചെടുക്കാൻ രാഷ്ട്രവും തമ്മിൽ, ഗോത്രവും തമ്മിൽ സംഘർഷമില്ലാത്ത സമാധാനത്തിന്റെ സഹവർത്തിത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു നയതന്ത്രജ്ഞതയായിരുന്നു രാഷ്ട്രനീതിയായി പ്രവാചകൻ കണ്ടത്. സാമ്പത്തിക രംഗത്ത് സാമൂഹ്യ നീതിയുടെ ദർശനം, ഉള്ളവന്റെ വരുമാനത്തിന്റെ നിയതമായ അംശം ഇല്ലാത്തവന് കൊടുക്കണമെന്ന് നിഷ്കർഷിക്കുന്ന സക്കാത്ത് എന്ന സമ്പ്രദായം സാമ്പത്തിക നീതിയുടെ ഏറ്റവും വലിയ സന്ദേശമായിരുന്നു പ്രവാചക ജീവിതത്തിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്തത്. അത് ദയതോന്നി കൊടുക്കുന്നതല്ല, അനുകമ്പയുടെ ഭാഗമായി കൊടുക്കുന്നതല്ല. കൊടുക്കുന്നത് കൊടുക്കുന്നവന്റെ ഉത്തരവാദിത്വമാണ്.
ഉള്ളവൻ്റെ ഉത്തരവാദിത്വമാണ്, ചുമതലയാണ് അവൻ്റെ വരുമാനത്തിൻ്റെയും ലാഭത്തിൻ്റെയും നിയതമായ അംശം ഇല്ലാത്തവന് കൊടുക്കുക എന്ന് പറയുന്നതും അത് ഇല്ലാത്തവൻ്റെ അവകാശമാണെന്നും വിശുദ്ധ ഖുർആൻ പ്രവാചകനിലൂടെ നമ്മെ പഠിപ്പിച്ചു. അപ്പോൾ ആ സാമ്പത്തിക നീതിയുടെ ദർശനം, സാമൂഹ്യമായ നീതിയുടെ, ജാതി മത സാമുദായിക വർഗവർണ്ണ ഭേദങ്ങൾക്ക് അപ്പുറത്തായി മനുഷ്യനെ സ്നേഹിക്കാനും മനുഷ്യനുമായി സഹകരിക്കാനും പഠിപ്പിച്ച സാമൂഹ്യ നീതിയുടെ ദർശനം.